എല്ലാവരും സിനിമ കണ്ടു തുടങ്ങിയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത്. ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ. പക്ഷെ ഇന്നലെ ഒരു ഈവനിങ്ങിന് ശേഷം നമുക്ക് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു സന്തോഷം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാം എന്ന് തീരുമാനിച്ചത്. അതുവരെ ഞങ്ങളൊന്നും ഇരിക്കുകയായിരുന്നു. സോ ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെടുത്ത എഫേർട്ടിനനുസരിച്ചുള്ള റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. സോ അതൊന്നുകൂടെ ഒന്ന് അതിന്റെ വിസിബിലിറ്റി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഈ സിനിമയിലുണ്ട്. ഇപ്പൊ ഇതിന്റെ സൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ വിഷ്വൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു ടോപ്പ് നോച്ച് ടെക്നിക്കൽ ടീമിനെ അസംബിൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് അർഹിക്കുന്ന രീതിയിലുള്ളൊരു വിസിബിലിറ്റി അതിന് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടെ നല്ല റിപ്പോർട്ട്സും കുറെ കൂടെ നല്ല റിവ്യൂസും നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിവ്യൂസ് ഒക്കെ കിട്ടും എന്നൊരു ഉറപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിനെ കുറിച്ച് ആലോചിച്ചതും. ഉറപ്പായിട്ട് എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ജോണറാണ് സിനിമ. ഒരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻവയോൺമെന്റ് സെറ്റായി വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫും ആ എൻവയോൺമെന്റിൽ നിന്ന് പിക്ക് ചെയ്ത് ക്ലൈമാക്സിലോട്ടുള്ള ഒരു പേസും ആണ് ഈ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില റിവ്യൂസിലൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അത് മേ ബി ആളുകൾക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി അത്. പക്ഷെ അതൊരു സൈക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഉള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ കഥ ആവശ്യപ്പെടുന്ന ഒരു ഫോർമേഷൻ ഓഫ് ദ വേൾഡ് ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എത്രത്തോളമാണ് അതിന് സക്സസ് ആയിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ കിട്ടുന്ന റിവ്യൂസും ഇപ്പൊ കിട്ടുന്ന ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതൊന്ന് മാക്സിമം ആ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നന്നായി ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു നല്ല രീതിയിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ കാണണം, നിങ്ങളിലൂടെ ആളുകളെ കാണാൻ കൂടുതലായിട്ട്. താങ്ക് യു. ക്ലൈമാക്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ ഉദ്ദേശം. അത് ആളുകൾക്ക് പ്രഡിക്റ്റബിൾ ആവാത്ത രീതിയിൽ മാക്സിമം കൊണ്ടുപോകുക എന്നുള്ളൊരു അതാണ് അതിന്റെ ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ ക്ലൈമാക്സ് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമുണ്ട്. അത് ഇനിയും ആളുകൾ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ.